കോൺഗ്രസിനകത്തൊരു വലിയ തീപ്പൊരിയായിട്ട് അല്ലെങ്കിൽ തീപ്പന്തമായിട്ട് വന്ന നേതാവായിരുന്നു രമ്യ ഹരിദാസ്. 2019 ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ആദ്യമായി ലോക്സഭയിലേക്ക് എത്തുന്നത്. ആലത്തൂർ ഇടത് ശക്തി കേന്ദ്രമാണ്. അവിടെ അന്ന് PK ബിജുവിനെയാണ് പരാജയപ്പെടുത്തി MP സ്ഥാനത്തേക്ക് എത്തുന്നത്. ആലത്തൂർ എന്ന് പറയുമ്പോൾ EMSന്റെ പോലും പഴയ മണ്ഡലമായിരുന്നു എന്നുള്ളതാണ്. EMS ആലത്തൂരിലും പട്ടാമ്പിയിലുമാണ് മത്സരിച്ചിരുന്നത്. അങ്ങനെ യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വന്ന നേതാവാണ് രമ്യ ഹരിദാസ്. നല്ല പാട്ടുകാരിയും എവിടെ ചെന്നാലും പാട്ടുപാടി പാട്ടിലാക്കുന്ന ഒരു ശീലവും രമ്യ ഹരിദാസിനുണ്ട്. പക്ഷേ 2019 കേരളത്തിൽ മൊത്തത്തിലൊരു UDF തരംഗം ലോക്സഭയിൽ ഉണ്ടാക്കി. അത് 2024 രമ്യ ഹരിദാസിന് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 2024 വന്നിട്ട് CPMലെ വളരെ സംശുദ്ധനായ ഒരു സാധാരണക്കാരനായ ജനകീയ നേതാവായ K രാധാകൃഷ്ണനോട് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ആ പരാജയവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ K രാധാകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. രമ്യ ഹരിദാസിന്റെ പരാജയം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുണ്ടായിരുന്ന കുഴപ്പങ്ങൾ കൊണ്ട് തന്നെയാണ്. രമ്യ അങ്ങോട്ട് പലപ്പോഴും ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നീട് രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ നിന്നാണ് K രാധാകൃഷ്ണൻ, ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് K രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് ആലത്തൂരിൽ നിന്ന് വിജയിച്ചു പോകുന്നത്. CPMന്റെ ആകെ ഇടതുപക്ഷത്തിന്റെ ആകെ ഒരു MP ആണത്. അപ്പോൾ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ഒഴിവ് വന്നപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയി. അവിടെയും രമ്യ ഹരിദാസ് പരാജയപ്പെട്ടു ചേലക്കരയിൽ നിന്നും. അതും കോൺഗ്രസിന്റെ തന്നെ പിടിപ്പുകേടും അവരുടെ രമ്യ ഹരിദാസിനോടുള്ള സമീപനവും കാരണമാണ് ആ പരാജയത്തിലേക്ക് പോലും പോയത്. മറിച്ച് അവർക്ക് അവിടെ നല്ല ഒന്നുകൂടെ മികച്ച ഒരു സ്ഥാനാർത്ഥിയിലേക്ക് പോയിരുന്നുവെങ്കിൽ CPMന്റെ കയ്യിൽ നിന്ന് ചേലക്കര നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ രമ്യ ഹരിദാസ് പക്ഷേ ഇപ്പോഴും രാഷ്ട്രീയ രംഗത്ത് നിന്ന് അങ്ങനെ ഔട്ടായിട്ടൊന്നുമില്ല. രമ്യ ഹരിദാസ് ഇപ്പോൾ വളരെ സജീവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. 2 പരാജയം തുടർച്ചയായി ഏറ്റുവാങ്ങിയെങ്കിലും സജീവമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് രമ്യയെ മധ്യ തിരുവിതാംകൂറിലേക്ക് കൊണ്ടുവരിക. മധ്യ തിരുവിതാംകൂറിലെ പത്തനംതിട്ട ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാനായിട്ടാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അത് എങ്ങനെ അതിനുള്ള സാഹചര്യത്തിലേക്ക് മാറി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നടന്നിരിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയില് പന്തളത്ത് സമാപിക്കുമ്പോൾ പന്തളത്ത് ആ സമാപന സമ്മേളനത്തിൽ രമ്യ ഹരിദാസ് ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. രമ്യ ഹരിദാസ് അവിടെ എത്തുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ, സ്ത്രീ ജനങ്ങളൊക്കെ വലിയ പിന്തുണയുമായിട്ട് രമ്യയുടെ അടുക്കൽ എത്തുന്നു. അങ്ങനെ രമ്യയുമായിട്ട് സംവദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രമ്യയെ പത്തനംതിട്ട ജില്ലയിലേക്ക് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പാർട്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അവിടെ നിന്ന് പത്തനംതിട്ട ജില്ലയിലെ അടൂർ മണ്ഡലത്തിൽ നിന്നായിരിക്കും രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കാൻ പോവുക. കാരണം അതൊരു സംവരണ മണ്ഡലം ആണ്. അവിടെ മുമ്പ് കോൺഗ്രസിന്റെ കൈവശമിരുന്ന മണ്ഡലമാണ്. തുടർച്ചയായ 20 വർഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയിച്ചു വന്ന മണ്ഡലമാണത്. കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരിടം കൂടിയാണ്. അങ്ങനെയുള്ള ആ മണ്ഡലം 2009 നിർണയത്തില് സംവരണ മണ്ഡലമായി മാറുകയും ചെയ്തു. അവിടെ പിന്നീട് പന്തളം സുധാകരൻ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച് 2011 അത് ചിറ്റയം ഗോപകുമാറിനോടാണ് പരാജയപ്പെട്ടത്, ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. തുടർന്ന് 2016 കോൺഗ്രസിലെ KK ഷാജുവിന് ചിറ്റയം ഗോപകുമാർ 25,000 വോട്ടിന്റെ പരാജയപ്പെടുത്തി. മറിച്ച് 2021 വന്നപ്പോൾ കോൺഗ്രസിലെ MG കണ്ണൻ
MG കണ്ണൻ ഈ അടുത്ത കാലത്താണ് കണ്ണന്റെ വേർപാടും ഉണ്ടായത്. MG കണ്ണനെ 3000 വോട്ടിനാണ് വീണ്ടും ചിറ്റയം ഗോപകുമാർ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ചിറ്റയം ഗോപകുമാറിന്റെ ഭൂരിപക്ഷം ഏതാണ്ട് കുറഞ്ഞാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു ഭരണവിരുദ്ധ വികാരം കൂടി കേരള ഒട്ടുക്ക് നിൽക്കുന്ന സാഹചര്യത്തില് ഇനി അവിടെ നിന്ന് UDF-ന് സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്ന് വ്യക്തമായ കണക്ക് കൂട്ടൽ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് രമ്യ ഹരിദാസിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് 2026 കേരള നിയമസഭയിലേക്ക് എത്തിക്കുക എന്നുള്ള തരത്തിൽ ചർച്ച മാറി എന്നുള്ളതാണ്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 LDF-നാണുള്ളത്. ഇതിൽ 5-ൽ 4 തിരിച്ചു പിടിക്കണം എന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു കോന്നി. ആ കോന്നി മണ്ഡലത്തിൽ നിന്നാണ് അടൂർ പ്രകാശിനെ 2019 ആറ്റിങ്ങലിലേക്ക് കൊണ്ടുപോയത്. അടൂർ പ്രകാശിനെ തിരികെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അടൂർ പ്രകാശ് ഇപ്പോൾ UDF-ന്റെ കൺവീനർ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടൂർ പ്രകാശിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം അടൂർ പ്രകാശ് അത്രത്തോളം മണ്ഡലത്തിൽ ജനകീയനായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജനീഷ് കുമാറിന്റെ ഒരു പരാജയവും അവിടെ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ നിന്ന്, ആറന്മുളയിൽ നിന്ന് മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലമാണ്. വീണ ജോർജിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു ജനവികാരം കേരളം മുഴുവൻ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ആറന്മുള നിയോജക മണ്ഡലത്തിലുമുണ്ട്. അവിടെ കോൺഗ്രസിലെ വിജയ് ഇന്ദുചൂടനെ മത്സരിപ്പിക്കാൻ തീർച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ റാന്നി മണ്ഡലം, റാന്നി 2016 വരെയുള്ള തെരഞ്ഞെടുപ്പിലെ CPM-ന്റെ മണ്ഡലമായിരുന്നു. അത് രാജീവ് അബ്രഹാമാണ് തുടർച്ചയായി 5 തവണ വിജയിച്ചു വന്നത്. 2021 വന്നപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ലേക്ക് വന്നപ്പോൾ മാണി വിഭാഗത്തിന് കൊടുത്തു റാന്നി മണ്ഡലം. അവിടെ നിന്ന് പ്രമോദ് നാരായണന് 1000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് വിജയിച്ചത്. അത് തിരിച്ചു പിടിക്കാനായിട്ട് അബിൻ വർക്കിയെ റാന്നി മണ്ഡലത്തിൽ മത്സരിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അബിൻ വർക്കി ഓർത്തഡോക്സ് സഭയുടെ തന്നെ വലിയ പിന്തുണയുണ്ട്. അതുകൊണ്ട് അവിടെ വിജയം ഉറപ്പിക്കാം എന്നുള്ള തരത്തിലാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അടൂരിൽ രമ്യ ഹരിദാസാണ്. രമ്യ ഹരിദാസിന് ഇപ്പോൾ KPCC പുനഃസംഘടനയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനവും നൽകിയിട്ടുണ്ട്. അപ്പോൾ വേണ്ട തരത്തിൽ രമ്യ ഹരിദാസിനെയും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന് പത്തനംതിട്ട ജില്ലയിലെ ഈ 4 മണ്ഡലങ്ങൾ ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിലെ 4 മണ്ഡലങ്ങൾ, പിന്നെയുള്ള 5-ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് അത് തിരുവല്ലയാണ്. തിരുവല്ലയിൽ ഇപ്പോൾ മാത്യു ടി തോമസ് ആണ്. തിരുവല്ലയിൽ ഇപ്പോൾ BJP-യുടെ ഒരു ശക്തി കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അനൂപ് ആന്റണി അവിടെ ഏറെ നാളായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP കേരള നിയമസഭയിൽ 2026 എത്താൻ പോകുന്ന ഒരു മണ്ഡലമായിട്ട് കാണുന്നതാണ് തിരുവല്ല. ബാക്കിയുള്ള ഈ 4 മണ്ഡലങ്ങൾ കോന്നി, ആറന്മുള, അടൂർ, റാന്നി. അപ്പോൾ ഇതില് അടൂരിൽ നിന്ന് രമ്യ ഹരിദാസ് വിജയിച്ചു വരണമെന്നുള്ള രീതിയിൽ അത്തരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും രമ്യ ഹരിദാസിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.